എന്തിനാ അമ്മ എപ്പോഴും വിളിച്ചോളിക്കും? ഹലോ. എടാ നീ ഇത് എവിടെയാണ്? ഞാനിത് എത്ര നേരമായിട്ട് വിളിക്കണേ. പക്ഷെ എനിക്കിത് ടെൻഷനായിട്ട് വയ്യ. ഫസ്റ്റ് കിസ്സാണ്. നീ ഒന്ന് പോയാടാ മറ്റു ചിരിപ്പിക്കാനായിട്ട്. ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കാണ്. ഞാൻ വന്നിട്ട് എല്ലാം സെറ്റാക്കി തരാം. നീ അവളെ വിളിച്ച് സംസാരിച്ചോണ്ട്. എടാ അതിന് അവൾ ഇവിടെ ഇല്ല. ഷൂട്ടാ? സിനിമയാണോ? കുറച്ച് ചേർന്ന് നിന്നേ. സ്മൈൽ. ഇനി രണ്ടാളും കൊച്ചിനൊരു ഉമ്മ കൊടുത്തേ. മമ്മിക്കൊരു ഉമ്മ കൊടുത്തേ. ഇനി പപ്പയ്ക്കൊരു ഉമ്മ കൊടുത്തേ. എല്ലാരും ഇങ്ങോട്ടൊന്ന് നോക്കിയേ. റെഡി? സ്മൈൽ. എന്നാലും നിന്നെ സമ്മതിക്കണം. യെസ് പറഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ കിസ് വരെ കൊണ്ട് എത്തിച്ചില്ലേ? ഭീകരൻ. എടാ അതെ, കിസ് മാത്രല്ല, പിന്നെ വേറെ എന്തോ ഗിഫ്റ്റിന്റെ കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ഗിഫ്റ്റാ? എന്ത് ഗിഫ്റ്റ്? അത് അവള് പറഞ്ഞില്ലടാ. ഞാൻ അവളോട് കുറെ പ്രാവശ്യം ചോദിച്ചു. അവള് വീട്ടിൽ വരുമ്പോ തരാന്നാ പറഞ്ഞത്. വീട്ടിലാ? ആ, നിങ്ങൾ വീട്ടിലാണ് മീറ്റ് ചെയ്യണത്? എന്താടാ? ഞാൻ വിചാരിച്ചു നിങ്ങൾ പോലെ പാർക്കിലാ, ബീച്ചിലാ, തിയേറ്ററിലൊക്കെയാണ് മീറ്റ് ചെയ്യണത്. അത് തന്നെയായിരുന്നു എനിക്കിഷ്ടം. പുറത്തായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലടാ. ഞാൻ ഐസായിട്ട് അവളെ ഹോസ്റ്റലിൽ പിക്ക് ചെയ്യുന്നു, ഞങ്ങൾ പുറത്ത് കിസ് ചെയ്യുന്നു, തിരിച്ച് ഞാൻ അവളെ കൊണ്ടാക്കുന്നു. നോ ടെൻഷൻ, എല്ലാം സെറ്റ്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവളെ വീട്ടിൽ പോകുന്നത്. അവളെന്നെ കുറേ പ്രാവശ്യം വിളിച്ച് ഇന്ന് വരുമോ എന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ എസ് പറഞ്ഞു. നമുക്ക് അവളല്ലേ വലുത്. എന്നാലും എനിക്കൊരു ടെൻഷനായി. എന്തിനായിരിക്കും അവൾ ഇന്ന് തന്നെ എല്ലാം പറഞ്ഞു? എടാ ഇന്ന് ചിലപ്പോൾ കൊല്ല ക്ലാസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. പിന്നെ അവളുടെ വീട് നീ കണ്ടിട്ടൊന്നുമില്ലല്ലോ. അത് ശരിയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് പ്രൈവസിക്ക് വീടല്ലേ നല്ലത്. അതായിരിക്കുള്ളൂ. അല്ലേ? എന്നാലും വീട്ടിൽ ചെല്ലാൻ പറഞ്ഞ സ്ഥിതിക്ക് കിസ് മാത്രമല്ലല്ലോ മോനെ. ഒന്ന് വെറുതെ ഇരുന്നടാ. ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്ന ഓർക്കുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ. നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കണേ? നിനക്ക് ഞാനില്ലേ? നിനക്ക് ഞാൻ എന്തൊക്കെ കൊണ്ടുവെക്കണം നോക്കി. ദേ എൻ്റെ വണ്ടിയുടെ കീ, എൻ്റെ സ്വന്തം സൺഗ്ലാസ്, എൻ്റെ ജാക്കറ്റ്, ഇത്രേ ഉള്ളൂ. ഇനി നീ ഇതൊക്കെ ഇട്ടിട്ട് അവളുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കണം. എന്നിട്ട് അവളുടെ കണ്ണിൽ 20 സെക്കൻഡ് നോക്കി നിൽക്കണം. എടാ ഇതൊക്കെ ഒരു സൈക്കോളജിയാണ്. 20 സെക്കൻഡ് അവളുടെ കണ്ണിൽ തന്നെ നോക്കി നിന്നാൽ അവൾക്ക് റൊമാൻസ് വരുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? നീ ഈ റൊമാൻറ്റിക് സിനിമകളൊന്നും കാണാറില്ലേ? എടാ ഞാൻ കാണാറുണ്ട്, പക്ഷെ അവള് കാണാറില്ലെങ്കിലാ. എൻ്റെ പൊന്നുമണ്ണ ഞാൻ ഇതൊന്നും തീർത്തോട്ടെ. എന്നിട്ട് നീ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിക്കണം. എന്നിട്ട് ഇതേപോലെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഒരു ഹഗ്. വണ്ടർഫുൾ. ബാക്കി ഞാൻ പറയണ്ടല്ലോ. ബാക്കി ഇവിടെ പറയടാ. എന്നിട്ട് എന്ത് കിസ് ചെയ്യണം? ഇതൊക്കെ ഓർത്തിട്ട് തന്നെ എന്തോ പോലെ തോന്നണം. ഇതൊക്കെ നടന്നാ മതിയായിരുന്നു. അവളെ പോലെ എന്ത് പൈങ്കിളിയാണ്. കണ്ട പൊട്ടിച്ച് നല്ല ഭംഗിയുള്ള പോവായിരുന്നില്ലേ? ആനിപ്പോ എന്താ എന്റെ കയ്യിലിരിക്കുമ്പോ പൂന് ഭംഗിയില്ലേ? ഒന്ന് പോയാടാ. ഞാൻ പോകണം. പോലടാ. അതിലിരിക്കുമ്പോൾ ഭംഗിയൊന്നും നിന്റെ ഇരിക്കുമ്പോ കിട്ടൂല. ഒന്ന് നിന്നേ നീ. എടാ
ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ? നിനക്ക് ഇത്ര അറിവും സൈക്കോളജി ഒക്കെ ഉണ്ടായിട്ടും നിനക്ക് എന്താണ് ഒരു പെണ്ണൂല് സെറ്റാവാത്തത്? എടാ അത് പിന്നെ എന്നെ വിളക്കാൻ കഴിവുള്ള പെമ്പിളേരൊന്നും എന്നെ പേടിച്ചിട്ട് എൻ്റെ മുമ്പിൽ വരാത്താണെങ്കിലോ? ഏത് തൊലിച്ചോണ്ടിരിക്കാതെ നീ വേഗം അങ്ങോട്ട് ചെല്ലാൻ നോക്കും. എനിക്ക് ലാലേട്ടൻ്റെ പെടുന്ന ടിക്കറ്റ് എടുക്കാനുള്ളത്. പിന്നെ അറിയാലോ, നീ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വിളിച്ചു പറഞ്ഞു. നിനക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതാണ്. വിളിക്കാടാ, നിന്നെ വിളിച്ചറിയിക്കാം. അപ്പം ഇനി അടുത്ത സീൻ വീട്ടിൽ. ഓക്കെ. ഹലോ ആമി, ഞാനേ ഫോട്ടോ അയച്ചിട്ടുണ്ട് വാട്സാപ്പിൽ. നീ നോക്കിയേ, അത് മതിയോ നോക്കി? ആണോ? ഓക്കെ ശരി ശരി ശരി. ചേട്ടാ ഇത് രണ്ടോ മതി, ഇതെടുക്കുവാണേ. ഇതെത്ര? ആടാ എടാ, ഞാൻ വീട്ടിലെത്തിയിട്ടില്ല. ഞാൻ അവളുടെ വീടിൻ്റെ അടുത്തൊരു കടയിലെ തിരി വാങ്ങിക്കാൻ വേണ്ടി വന്നു. തിരി? ആന്തിനാ? എനിക്കറിയാൻ മേല. അവള് വീട്ടിൽ വരുമ്പോൾ തിരി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എടാ എനിക്ക് തോന്നുന്നു ഇനി വല്ല ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനായിരിക്കും. എന്റെ പൊന്നു മോനെ, തിരിവൊന്നും നമ്മൾ മേടിച്ചുകൊണ്ടോണ്ട ആവശ്യമില്ല, അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ നീ ചെവി കൊണ്ടായിരിക്കില്ല കേട്ടത്. മനസ്സിനോടെ പെണ്ണ് തെറ്റാൻ തലാനം കെട്ടിപ്പിട്ട് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അവന്റെ തിരിയും ഉണ്ടാകട്ടെ. നീ വെച്ചിട്ട് പോയേ നീ. എടാ വെക്കലടാ, എനിക്ക് ടെൻഷനായിട്ട് കൈയും കാലും വിറയ്ക്കണം. എന്ത് ചെയ്യൂടാ ഞാൻ? ഒരു പണി, നീയേ ആ കൂടി ഗ്ലാസും കോട്ടൊക്കെ ഇട്ടിട്ട് മമ്മൂക്കനെ മനസ്സിൽ നനച്ചിട്ടായിട്ട് ചെല്ല്. മമ്മൂക്കയ്ക്ക് ശേഷം കോട്ടും കൂടി ഗ്ലാസ് ചേരും നിനക്കാന്ന് അവൾക്ക് തോന്നണം. അത് മനസ്സിൽ വെച്ചിട്ടാണ് പിടിച്ചോ. ഓക്കെ, ഒരു പൊളി വിളിക്കാല്ലേ? ഹലോ, എടാ എവിടെ എത്തിയേ? ഇറങ്ങിയോ? എടി ഞാനേ നീ തന്ന ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എടാ വർക്ക്ഷോപ്പിന് മുന്നിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള വീടാ. എടാ നീ കേൾക്കുന്നുണ്ടോ? എൻ്റെ അമ്മ, ഹലോ, ഇതാണോ വീട്? കേൾക്കാം. ആ എടാ ഞാനിപ്പോ താഴേക്ക് വരാം, നീ കേറി പോരെ. ഓക്കെ. ആദ്യം ഷൂ എവിടെയെങ്കിലും ഒളിപ്പിക്കണം. എവിടെ വെക്കും? ഒരു തെണ്ടിയും കാണാൻ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാൻ പറ്റി മതിയായിരുന്നു. ആ ഇവിടെ സ്ഥലമുണ്ടല്ലോ, ഈ ചെടിച്ചട്ടിയുടെ ഇടയിൽ വെക്കാം. കയറിപ്പോ, ഷൂ ആരും കാണില്ല ഇവിടെ വെച്ചാൽ സേഫ്. എടാ നീ ഇവിടെ എന്തെടുക്കാ? ഒന്നുമില്ല. നീ ഇങ്ങ് വന്നേ, ഇങ്ങ് വാ, കേറ്. ഈ ജാക്കറ്റും ഗ്ലാസ്സും ഒന്നും കണ്ടില്ല. നീ ഞാനിടയ്ക്ക് ചായ കുടിച്ചിട്ടില്ലല്ലോ. നീ ഇരിക്ക്, ഞാനിപ്പോ വരാം. ഓക്കെ. ഹലോ. എടാ ഞാൻ വീടിൻ്റെ അകത്ത് കയറി. എന്നിട്ട് എടാ മോനെ രക്ഷയില്ലാട്ടാ, ചുമ്മാ പൊളി ഐറ്റം, പൊളി മൂട്. നീ ഇത്ര പെട്ടെന്ന് കിസ് അടിച്ചാ? എടാ അതല്ലടാ, ഞാൻ അവളുടെ വീടിൻ്റെ അകത്ത് കയറി, ചുമ്മാ ഹെവി ഐറ്റം. നീ അവളുടെ വീടും പറമ്പാടെ നോക്കാൻ വേണ്ടി പോയതാണോ? എടാ തെണ്ടി, നീ ഞാൻ ആദ്യം പറഞ്ഞൊന്ന് കേൾക്ക്. എടാ അവളുടെ വീടില്ലേ, ഈ വീടിൻ്റെ ഹോളില്ലേ, ഈ വീടിൻ്റെ ഹോള് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ മൊത്തം സ്ക്വയർ ഫീറ്റ്. ഇതൊക്കെ ഒരു സ്വപ്നമാണെന്നാണ് ഞാൻ വിചാരിക്കണം എൻ്റെ മോനെ. നീയേ അവളുടെ വീട് നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ പോണം, എനിക്ക് വേറെ പണിയുണ്ട്. നീ പോവല്ലേ, ഞാൻ ഒന്ന് പറയട്ടെ. അല്ല നീ വെച്ചോ, നീ പൊക്കോ, അവള് വരാനുണ്ട്. ഹലോ. എന്താ മോനെ മുതല് കള്ളച്ചിരി? ഒന്നുമില്ല. ഇങ്ങ് വന്നേ. എടാ ഞാൻ ഇന്നേ വരെ ഉണ്ടാക്കിയിട്ട് ആരും മോശം പറയാത്ത എന്റെ ചായ.
അതുകൊണ്ട് അത് നിനക്ക് ധൈര്യമായിട്ട് കുടിക്കാം. പിന്നെ ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം, അതായിരിക്കും സേഫ്. അങ്ങനെ ആവട്ടെ. എന്നാലും നിനക്കൊന്ന് ഡെഡിക്കേഷൻ ആടാ. അതെന്താ അമ്മി? അല്ല, നീ ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ വിചാരിച്ചോ? നീ ലേറ്റായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ. അത് നിനക്കറിയാമല്ലേ, എന്ത്? എനിക്കിതിന് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്. പിന്നെ കുറച്ചു നേരം കൂടി നിന്റെ ഒപ്പം ഇരിക്കാലോ. ശരിക്കും? അതെ ശരിക്കും. അയ്യേ, നിന്റെ മുഖത്ത് നാണം വരുന്നോ? കിസ് വെച്ചപ്പോ മോന് നാണമൊന്നും ഇല്ലായിരുന്നല്ലോ. ആര് പറഞ്ഞു? എനിക്ക് എപ്പോഴും നാണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിന്നോട് കിസ് വെച്ചപ്പോൾ യെസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആ ടെൻഷൻ അങ്ങോട്ട് പോയത്. ഇപ്പൊ മോന് ടെൻഷൻ ഇല്ല അല്ലേ? ഇപ്പോഴും ടെൻഷൻ ഉണ്ട്. വന്നേരി. ആ ഇരിക്കാം. അയ്യോ എടാ, നീ ചായ കുടിക്കട്ടോ, ഞാനിപ്പോ വരാം. ഓ ഓക്കെ. എൻ്റെ അമ്മോ, ചുമ്മാ പൊളിച്ചായ. എടാ നീ ആദ്യം അവളുടെ ഫസ്റ്റ് കിസ് ആണെന്ന് ചോദിക്കണം, അവിടെ ഇളിച്ചുകൊണ്ടിരിക്കരുത്. എടി, നീയേ എന്നോട് തിരി വാങ്ങിക്കാൻ പറഞ്ഞില്ലായിരുന്നോ? ഇതെന്തിനാ? ചുമ്മാ. പറ. അതൊക്കെ പോട്ടെ, നിനക്ക് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്നറിയാവോ? എന്ത് പ്രത്യേകത? അപ്പൊ നീ ഓർക്കുന്നില്ലല്ലേ? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. എന്താണ്? സാരമില്ല, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം ഇത് കഴിക്ക് നീ. പറയടാ. ഞാൻ പറയാന്നേ, നീ ഇത് കഴിക്ക്. ഇല്ല, നീ പറ. പറയടേ. ഒരു മിനിറ്റ്. പന്നി വിളിക്കാൻ പറ്റിയ സമയം. ഹലോ, എന്താ മെസ്സേജ് ഉണ്ട് റിപ്ലൈ ആകാത്തത്? അതെ എല്ലാം ശരിയാക്കാം. ചെയ്തോ? നീ അത് ഇളി മാറ്റി. ഞാൻ കൂടായിട്ട് നീ ആദ്യം കൂടായിട്ടിരിക്കും. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഹലോ പന്നി, അവള് കേട്ടിട്ടുണ്ടോ? ലിജോ കൂട്ടുകാരനും മൊണ്ണയെന്ന് പറഞ്ഞ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ ആമി. എല്ലാ കാര്യങ്ങൾക്കും അവൻ എൻ്റെ ഹെൽപ്പ് വേണം. ഞാനും പിന്നെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യും. ഒരു പാവാണേ. എടി, ഇത് നിന്റെ ആദ്യത്തെ കിസ്സാണോ? അല്ല, എൻ്റെ ആദ്യത്തെയാണേ, അതുകൊണ്ട് ചോദിച്ചതാ. നിനക്കെന്താ തോന്നുന്നേ? ആദ്യത്തെ ആയിരിക്കും അല്ലേ? കഴുകിയിട്ട് വരാം. ആദ്യത്തെ ആണ്. എടി, ഈ സാധനം കൊള്ളാല, നല്ല കിടിലൻ ടേസ്റ്റി. അത് ആൽഫിൻ ചേട്ടൻ കൊണ്ടുവന്ന. ഏത്? നിന്റെ UK ചേട്ടനാ? പുള്ളി കെട്ടിയെടുത്താ പണ്ടാരം. എടാ, അതിന് അവരിവിടെയൊന്നും ഇല്ല, അവർക്ക് UK ലാസ്റ്റ് ടൈം വന്നപ്പോ കൊണ്ടുവന്ന. അതായാലും നന്നായി. എന്തായാലും ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് പേടിക്കുന്നേ? പിന്നെ നിന്നെ കിസ് ചെയ്യാൻ വരുമ്പോ നിന്റെ കസിൻ ചേട്ടനെന്ന് പറഞ്ഞാൽ അഭിമാനം പുരസ്കാരം നെഞ്ചിരിച്ച് നിക്കാം. നിക്കണം, പക്ഷെ ഉദ്ദേശം നല്ലായിരിക്കണം. എടാ, സാധാരണ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആന്റിയോട് പോലും വരണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ പിന്നെ ഞാൻ വേറെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കോ? ഇല്ല, സോറി, എന്നോട് ക്ഷമിക്ക് നീ. കയ്യും പോയി. അടുത്ത നമ്പർ ഇടാം. എടി, നീ പിന്നെ വേറെന്തോ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്ത് ഗിഫ്റ്റ്? എന്തോ ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഞാൻ തരാം, പക്ഷെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് പറയണം. ഇത് കഴിഞ്ഞില്ലേ? എന്നാലും ഇത് എന്തായിരിക്കും? എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു, നിന്റെ ബർത്ത്ഡേ ഇപ്പോഴല്ല. അപ്പൊ മോ ശരിക്കും ആലോചിക്കട്ടോ. ശരി. ഇതെന്തിനാണ് ഈ അമ്മ വിളിക്കണത്? ഏത് നേരം വിളിച്ചോണ്ടിരിക്കും. എന്താണ് നീ അമ്മയുടെ ഫോൺ കട്ട് ചെയ്തേ? ഫ്രണ്ട്സ് വിളിച്ചാൽ മാത്രമേ നീ കോൾ എടുക്കുള്ളൂ? ഫ്രണ്ട്സ് വിളിച്ചാൽ മാത്രമേ ഞാൻ ഫോൺ എടുക്കാറുള്ളൂ. നീ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ലേ? എടാ, അത് ഓക്കെ, പക്ഷെ ഇപ്പൊ നമ്മൾ തിരക്കിലൊന്നും അല്ലല്ലോ. നിനക്ക് ആ ഫോൺ എടുക്കാറുന്നില്ലേ? അത്യാവശ്യമായിരുന്നെങ്കിലോ? ഇത് എന്താ അത്യാവശ്യം? ഇത് അമ്മ ഇങ്ങനെ ചുമ്മാ വിളിക്കണത്. എന്നിട്ട് വിളിച്ചിട്ട് ചോദിക്കണോ? നേരത്തെ വരണം, ഭക്ഷണം കഴിക്കാനുള്ളതല്ലേ, വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കണം. ഇങ്ങനെ വിളിച്ചിട്ട് കൊച്ചു കുട്ടികളോട് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതിൽ പലതും അപ്പം പറഞ്ഞിട്ട് വിളിപ്പിക്കുന്നതായിരിക്കും. പണ്ടൊക്കെ അപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പേടിയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വലുതായില്ലേ, ഇനിയിപ്പോൾ അവരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളെപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് അവിടെ വിചാരം.
ഓ ഒരു വലിയ കുട്ടി വന്നേക്കുന്നു. ആ അതെ. ഹലോ ജിസ, എന്തായി? കിസ് അടിച്ചാ? എല്ലാം നടക്കൂ, കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഒന്ന് വെച്ചിട്ട് പോരുന്നുണ്ട്. കുറെ നേരം അവൻ്റെ ഒരു കോണ കോണ കോണ. നീ ഒന്ന് വെച്ചേ. തെണ്ടി അവനും ലിജായിരുന്നു. അവനൊരു പൊട്ടൻ. തോന്നി. എടി നീ എനിക്ക് ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെന്തായിരുന്നു? അതൊക്കെ ഞാൻ തരാം. അത് നീ കൊണ്ടുവന്ന് ഗിഫ്റ്റ് താ. ഗിഫ്റ്റാ? നീ എന്താ നിറ സിനിമയിൽ കുഞ്ചാക്കോനും ശാലിയും കളിക്കുവാണോ? താ. എടി നീ ശരിക്കും പറഞ്ഞാണോ? ഇങ്ങനെയൊക്കെ പതിവുണ്ടോ? എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് തരണമെന്ന്. ഞാൻ വെറുതെ പറഞ്ഞ, അങ്ങനെയൊന്നുമില്ല. ആണല്ലേ? എന്നാലും നീ ചോദിച്ചതല്ലേ, ഇപ്പൊ തന്നെ ഗിഫ്റ്റ് തന്നേക്കാം. എന്ത് ഗിഫ്റ്റ്? അതിപ്പോ തന്നെ തരാം. നമുക്കൊരു സ്ഥലം വരെ പോണം. ഇപ്പോഴോ? ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ്. രണ്ടുപേരും കൂടെ കൂട്ടി പോണം. അതൊക്കെ നമുക്ക് പിന്നെ പോവാം. ഇപ്പൊ ഞാൻ ഗിഫ്റ്റ് തരാം. അയ്യോ, ആരെ പുറത്തു വന്നു? നീ നോക്കി. ഞാൻ മോളിൽ കാണും. താങ്ക് യു. ഫുഡായിരുന്നല്ലേ? ഇവനൊക്കെ മഴയത്തും പണിയെടുക്കണം. ഇതെന്താ ബിനാലെയാ? കുറച്ച് ട്രോഫി വീട്ടിലും വാങ്ങിച്ചു വെക്കാം. ഓ ഇതാണല്ലേ അവളുടെ അപ്പയും അമ്മയും. ഫോട്ടോ ഉണ്ട്, മരിച്ചു പോയതെന്ന് പറയത്തേ ഇല്ല. അപ്പനും അമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെയും ഫോട്ടോ എടുക്കാം അല്ലേ? കുഞ്ഞാമി. അടിപൊളി. ധൈര്യവാൻ ഇവിടെ ഉണ്ടായിരുന്നോ? നീ ഫുഡ് ഓർഡർ ചെയ്തതാണല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി. അപ്പൊ നീ ഇതിനാണല്ലേ എന്നോട് തിരി വാങ്ങിക്കാൻ പറഞ്ഞത്? എടി, ഇത് നിന്റെ പപ്പ ഡിസൈൻ ചെയ്ത് വീടാണെന്നല്ലേ പറഞ്ഞേ? ഒരു രക്ഷയില്ല കേട്ടോ വീട്. നല്ല കിടിലം വീട്. നിങ്ങളൊക്കെ എന്തൊരു ലക്കിയാടി. നല്ല കാറും കിടിലം വീടും UK ബിസിനസ്സും ലൈഫ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് മോളെ സെറ്റ്. നിനക്ക് വീട് അത്രയ്ക്ക് ഇഷ്ടമായോ? ആ പിന്നല്ലാണ്ട്. ഞങ്ങളെപ്പോലത്തെ മിഡിൽ ക്ലാസ്സുകാരുടെ സ്വപ്നം അല്ലേ സ്വന്തമായൊരു വീടും കാറും. ഇത്ര വലിയ വീടൊന്നും വേണ്ട, ഒരു കുഞ്ഞു വീടും കുഞ്ഞി കാറും, പിന്നെ നല്ലൊരു സാലറി കിട്ടുന്ന ജോലിയും. ഇതൊക്കെ കിട്ടിയാൽ ഞാൻ ഹാപ്പി. നിനക്കത് മാത്രം മതിയോ? വേറൊന്നും വേണ്ടേ? പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകണം. അപ്പോൾ നിന്റെ പേരൻസോ? അവരൊക്കെ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പിന്നെ വേറെ ആളോടെ വേണം കേട്ടാ. എനിക്കെന്തോ ഗിഫ്റ്റ് തരാമെന്നും ആ ഗിഫ്റ്റ് തരണമെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറയണമെന്നും അങ്ങനെ അത് പറയാത്തത് കൊണ്ട് ഇതുവരെ കിസ് തരാതിരിക്കുന്ന ഒരാളോടെ ഉണ്ട്. അയാളൂടെ എൻ്റെ കൂടെ വേണം. അപ്പോൾ ഇന്ന് എന്താന്ന് പോലും നിനക്ക് ഓർമ്മയില്ലേ? അയ്യോ, ഇനി അവളുടെ പപ്പയുടെ അമ്മയുടെയും ഓർമ്മ ദിവസം വല്ലതാണോ? ഒന്നും ഓർമ്മ കിട്ടാണല്ലോ. സീനായ അമ്മി. എടി ഞാനൊന്നും ഓർത്തില്ല ഇവരുടെ ഓർമ്മ ദിവസമാണെന്ന്. ഐ എം സോറി. എടി നീ കരയില്ല. ഐ എം സോറി. എടാ ജെസ്സേ, നീ നമ്മുടെ പേരൻസിൻ്റെ ഉള്ളം കൈ തൊട്ട് നോക്കിയിട്ടുണ്ടോ? നല്ല കട്ടിയായിരിക്കും ഈ തഴമ്പില്ലേ അത്. പിന്നെ കുറേ പാടുകളും പൊള്ളലും ഒക്കെ കാണും. ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടിയായിരുന്നു നമ്മൾ തിരിച്ചറിയുന്നത് അവരിങ്ങനെ നമ്മളോടൊപ്പം ഉണ്ടാവില്ലെന്ന് തിരിച്ചറിയുന്ന മൂമെൻറ്റിലായിരിക്കും. എടാ ഇതാ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ ഗിഫ്റ്റ്. തുറന്നു നോക്ക്. എടാ നമ്മൾ ഈ വലിയ കുട്ടികളാകുമ്പോൾ മറന്നു പോകുന്ന ചില ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളില്ലേ, അത് ഓർമ്മിപ്പിക്കാനുള്ളൊരു കുഞ്ഞു സമ്മാനം.
ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിൻ്റെ പപ്പയുടെ മമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അത് നിനക്ക് ഓർമ്മയുണ്ടാവുന്ന ഞാൻ കരുതിയേ. പക്ഷേ ഇന്നായിരുന്നല്ലേ? അവർക്ക് വലിയ വലിയ സമ്മാനങ്ങളൊന്നും വേണ്ടടാ. നമ്മൾ കുറച്ച് നേരം അവരോടൊപ്പം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്താൽ മതി, അവരൊന്ന് ഹാപ്പി ആവാൻ. ഈ കുഞ്ഞായിരുന്നപ്പോൾ അവരുടെ കൈ പിടിച്ചിടന്ന പോലെ നടക്കാനും, കുറേ സംസാരിച്ച് ചിരിക്കാനും, പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനും, ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളീ വലുതായപ്പോൾ മറന്നുപോയാൽ നമ്മുടെ ഈ കുട്ടിത്വവും കുരുത്തക്കേടും ഒക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ പേരൻസാണ്. ഇനിയിപ്പോൾ ഈ ലോകത്ത് നിനക്ക് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരോളം നിന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ലടാ. അവരോളം നിന്റെ സ്നേഹം അറിയിക്കുന്നവരും ആരുമില്ല. ഒരുപക്ഷെ അതില്ലാതാവുമ്പോഴേ നിനക്ക് അതിൻ്റെ പെയിൻ മനസ്സിലാവും. ആ വേദന ഞാനിപ്പോൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നീ എന്തിലൊക്കെയാ? നിന്നെ എന്തോ ഒരു സ്നേഹിക്കുന്ന നിന്റെ പേരൻസ് എൻ്റെ അടുത്തുള്ളേ. ഇതൊക്കെയാണ് ലൈഫ്. അയ്യോ, ഇതൊക്കെ കണ്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഞാനിപ്പോഴും ഇവിടെ മുന്നേ വന്ന് കളിക്കുകയും ചിരിക്കുകയും കുരുത്തക്കേട് കാണിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ലൈഫിൽ എന്ത് വന്നാലും ഞാൻ ഇവരോട് ഒന്ന് ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാനും ഹാപ്പിയാ, അവരും ഹാപ്പിയാ. പിന്നെ എനിക്ക് നീയുണ്ടല്ലോ, അത് മതി. അങ്ങനെ നിനക്ക് തരാമെന്ന് പറഞ്ഞ ഗിഫ്റ്റ് ഞാൻ തന്നു. ഇനി നീ പറഞ്ഞ ഗിഫ്റ്റ് താ, ഞാൻ റെഡി. എടുക്കണം ഓരോടുത്താ നീ തീർന്നു പോലെ. നീ എന്താ ഈ ഫോൺ വിളിച്ചെടുക്കാത്തത്? ഒരു പെണ്ണ് സെറ്റ് ആയത്തേക്ക് നമ്മളെയൊക്കെ മറന്നൂലേ? നീ എന്താ ഫോൺ കട്ട് ചെയ്തത്? അതൊരു സൈക്കോളജിയാ. സൈക്കോളജിയാ? നീ സൈക്കോളജി ഉണ്ടാക്കാണ്ട് പോയ കാര്യം പറഞ്ഞ നീ. എടാ, നീ ഇന്നലെ പറഞ്ഞില്ലേ? അത് തന്നെയാടാ ശരി. എന്ത്? എനിക്കത് പിന്നെ മനസ്സിലായത്. ഈ ഭംഗിയുള്ള പൂക്കളൊക്കെ അതുപോലെ നിൽക്കട്ടെ. നമ്മൾ എന്തിനാ വെറുതെ നമ്മുടെ കുറച്ചേരത്തെ സന്തോഷത്തിന് വേണ്ടി അതിനെ പൊട്ടിച്ചെടുക്കണം? പകരം നമുക്കതിന് വെള്ളവും വളവും സ്നേഹമൊക്കെ കൊടുത്ത് പരിപാലിക്കാം. അപ്പോൾ നമുക്ക് ആ പൂവിനെ അതിൻ്റെ ഏറ്റവും ഭംഗിയിൽ സന്തോഷിച്ച് ഉല്ലസിച്ച് നിൽക്കുന്ന കാണാൻ പറ്റും, ഇല്ലേ? അപ്പോൾ ഒന്നും നടന്നില്ല. നീ അവളുടെ വീട്ടിൽ തലടിച്ചോലും വീണോ? ഒന്ന് പോയടാ. അല്ല, മോൻ നന്മവരെ കളിക്കണം, അതുകൊണ്ട് ചോദിച്ചതാ. ആ കിസ്സോ കിട്ടിയില്ല, ഗിഫ്റ്റെങ്കിലും കിട്ടിയ? ചേച്ചേ, രണ്ടാളൊന്ന് ചേർന്ന് നിന്നേ. ഇനി പപ്പയും മമ്മയും കൊച്ചിന് റൂം കൊടുത്തേ. റെഡി? ഇനി കൊച്ചു മമ്മയ്ക്ക് ഉമ്മ കൊടുത്തേ, പപ്പയ്ക്ക് ഉമ്മ കൊടുത്തേ. ചിച്ചേ, റെഡി? സ്മൈൽ. പോട്ടെ.